ദൈവത്തിന്റെ ഹൃദയത്തിലെ മനോഹരമായ ഒരു ചിന്തയാണ് ഒരു കുടുംബം, ഒരു ഭവനം. ഉൽപ്പത്തി പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ സഭ എന്ന് പറയുന്ന ഒരു സ്ഥാപനം വരുന്നതിന് മുൻപ് ദൈവം സ്ഥാപിച്ച ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി അല്ലെങ്കിൽ കുടുംബം. അത് ദൈവത്തിന്റെ സങ്കല്പമായിരുന്നു. ഒരു പുരുഷനും ഒരു സ്ത്രീയും. ഞാനിങ്ങനെ പറയാറുണ്ട്, ഈ പെങ്കൊച്ചിനെ ഉണ്ടാക്കണമെന്ന് തോന്നിയത് തന്നെ എപ്പോഴാണ്? പുരുഷനെ ദൈവം ആദ്യമേ സൃഷ്ടിച്ചു, എല്ലാ വിധത്തിലും എക്യുപ്പ് ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം ഏകനായി ഇരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവത്തിന് തോന്നി. ദൈവം സൃഷ്ടിച്ച സകല കാര്യത്തെയും നോക്കി ഇത് നല്ലതാണ് എന്ന് പറഞ്ഞ ദൈവം ഇതാ ആദ്യമായി ഈ പുരുഷനെ നോക്കി പറയുന്നു, ഇദ്ദേഹം ഏകനായി ഇരിക്കുന്നത് നല്ലതല്ല. എന്നാൽ ദൈവം തന്റെ കൂട്ടത്തിലുണ്ട്. ഏദൻ തോട്ടത്തിൽ ദൈവം അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. ദൈവത്തിന്റെ വചനം അവിടെയുണ്ട്. ആവശ്യത്തിന് ചെയ്യാൻ ജോലിയും ഏദൻ തോട്ടത്തിൽ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം ഉണ്ട് എങ്കിലും കുടുംബം, അതിനെ കെട്ടിപ്പൊക്കാൻ ഒരു തക്ക തുണ ഈ പുരുഷൻ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അത് സംഭവിക്കൂ. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷി ഉള്ളവരായി നിങ്ങൾ വർദ്ധിച്ചു വരിക. ദൈവമുണ്ടാക്കിയ സകലത്തിന്റെ മീതെയും വാഴുവാനുള്ള വലിയൊരു ദൗത്യമാണ് ദൈവം അവർക്ക് കൊടുത്തത്.